ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പോറ്റി കുടുങ്ങിയാൽ സർക്കാരും കുടുങ്ങുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സർക്കാർ പ്രതിസന്ധിയിലായിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ മറുപടി നൽകി. തനിക്കെതിരായ പരാമർശത്തിൽ വി.ഡി. സതീശനെതിരെ കോടതിയെ സമീപിക്കുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷത്തിന് കിട്ടിയ വലിയ ആയുധമാണ് സ്വർണ്ണപ്പാളി വിവാദം. അതിനെ പരമാവധി രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള നീക്കം പ്രതിപക്ഷം നടത്തുന്നുമുണ്ട്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കൂടി ലക്ഷ്യം വെച്ചാണ് പ്രതിപക്ഷത്തിന്റെ പുതിയ നീക്കങ്ങൾ. പോറ്റിയെ സംരക്ഷിച്ചത് ആരാണ്? പോറ്റിയാണ്. ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പോറ്റിയുടെ തലയിലും മാത്രമാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം. കടകംപള്ളി സുരേന്ദ്രൻ ഒരു ചടങ്ങിൽ വെച്ച് ഈ പോറ്റിയെ പ്രകീർത്തിച്ച് പ്രസംഗിക്കുകയാണ്. ശബരിമലയിൽ 2019 ക്രമക്കേട് നടന്നുവെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സമ്മതിച്ചു. 2019 ഞാൻ മന്ത്രിയായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് പ്രതികരിക്കാനൊന്നുമില്ല. ആർക്കാണ് വിറ്റതെന്ന് കടകംപള്ളിക്ക് അറിയാമെന്നെല്ലാം പറഞ്ഞയാളാണ് സതീശൻ. സതീശനെതിരെ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിന്റെ ദിവസം കഴിഞ്ഞു, 7 ദിവസം കഴിഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. നിശ്ചയമായിട്ടും ഞാൻ കോടതിയെ സമീപിക്കാൻ തന്നെ പോവുകയാണ്. സതീശൻ മാന്യമായിട്ട് മാപ്പ് പറഞ്ഞേ തീരുള്ളൂ അക്കാര്യത്തിൽ. എന്നാൽ അറസ്റ്റ് വൈകിയില്ല എന്ന നിലപാടാണ് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ സ്വീകരിച്ചത്. SIT പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വളരെ സമഗ്രമായ അന്വേഷണം സമയബന്ധിതമായി നടക്കുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. അതിനനുസരിച്ച് തന്നെ വളരെ വേഗത്തിൽ അയാളുടെ അറസ്റ്റ് ഇന്നലെ രാത്രി തന്നെ നടന്നിരിക്കുന്നു. എല്ലാ കാലത്തും CPM വിശ്വാസ സമൂഹത്തിനൊപ്പമാണെന്ന് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. ആരാണോ ഉത്തരവാദികൾ അവർക്കെതിരായി കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു നഷ്ടവും ശബരിമലയിൽ അയ്യപ്പന് സംഭവിക്കാത്ത രീതിയിൽ തിരിച്ചുപിടിക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അന്വേഷണം പൂർത്തിയാക്കാൻ 6 ആഴ്ച സമയമുണ്ടെങ്കിലും 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. മീഡിയ 1 തിരുവനന്തപുരം.